വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൃണാളിനി സാരാഭായിയുടെ അന്ത്യം രാവിലെ 10:10 അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇന്നലെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അഹമ്മദാബാദിലെ വസതിയിലേക്ക് മാറ്റിയത്. മരണസമയത്ത് മകൾ മല്ലിക സാരാഭായിയും ബന്ധുക്കളും അടുത്തുണ്ടായിരുന്നു. ലാളിത്യത്തിന്റെ താളവുമായി ഭാഷയ്ക്കും അതിർത്തികൾക്കും മീതെ സഞ്ചരിച്ച ചിലങ്കയാണ് മൃണാളിനി സാരാഭായിയുടേത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ സാന്നിധ്യത്തിൽ ശാന്തിനികേതനിൽ ചിലങ്കയണിഞ്ഞ മൃണാളിനി പിന്നീട് ഭരതനാട്യവും കഥകളിയും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരമ്പരാഗത നൃത്തമേഖലകളിലെ നക്ഷത്രമായി. 1918 മെയ് 11 പാലക്കാട് ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച മൃണാളിനി സാരാഭായിയെ സാമൂഹ്യബോധത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് സാമൂഹ്യ പ്രവർത്തക കൂടിയായ അമ്മ അമ്മു സ്വാമിനാഥനായിരുന്നു. നൃത്താവതരണത്തിനായി ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായിയെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലായതും. വിവാഹശേഷം അഹമ്മദാബാദിലെത്തിയ മൃണാളിനിയോട് നൃത്തപഠനത്തിനായി ദർപ്പണ അക്കാദമി സ്ഥാപിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് സാരാഭായി ആയിരുന്നു. 1949 സ്ഥാപിച്ച ദർപ്പണയിലൂടെ കൈവന്ന അമൂല്യമായ ശിഷ്യസമ്പത്ത് മൃണാളിനിയെ എല്ലാവരുടെയും അമ്മയാക്കി. പരമ്പരാഗത ചിട്ടവട്ടങ്ങളിൽ ഉറച്ചു നിന്നപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പാക്കുന്ന നൃത്താവിഷ്കാരങ്ങളായിരുന്നു മൃണാളിനിയുടേത്. 1965 പത്മശ്രീയും 1992 പത്മഭൂഷണം നൽകി രാജ്യം മൃണാളിനിയെ ആദരിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയിൽ നിന്ന് ദർപ്പണയുടെ ചുമതല മകൾ മല്ലിക സാരാഭായി ഏറ്റെടുത്തത്. റിപ്പോർട്ടർ, ദില്ലി.